സഹൃദയരെ, ഇന്ന് നമ്മൾ ഒരു അനാഥനായ ബാലന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ജനറ്റിക് മോഡിഫിക്കേഷനുകൾക്ക് വിധേയനായി ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ അനാഥനായ ബാലന്റെ കഥ. അതെ ഗൈസ്, ഇത് അരമനയിലെ അപ്പുവിന്റെ കഥയാണ്. സോ നമ്മുടെ കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നത് കാണിച്ചാണ്. സോ ഗൈസ്, ഇതൊരു ലബോറട്ടറി ആണ്. ഇവിടെ ജനറ്റിക് മ്യൂട്ടേഷൻ നടക്കുകയാണ്. ഇതാരുടെ വാക്യൂം ക്ലീനർ, അതാ നീലം സ്ട്രോങ്. എനിവേ, ഈ ഒരു പേപ്പറിലെ സ്നിക്കേഴ്സിന്റെ മുട്ടായി, ഈ തൊലിയാണ് ഈ കഥ മൊത്തം തൊലിക്കുന്നത്. ഈ തൊലിയ ഡോറിൽ കുടുങ്ങിയത് അവിടെ മൊത്തം പ്രശ്നം. സെക്യൂരിറ്റിയൊക്കെ ബ്രീച്ച് ആയിട്ട് അതിനകത്തുനിന്ന് ഒരു ഭീകരൻ പുറത്തു കാടും. ആ ഭീകരൻ ആരാണെന്ന് അറിയാമോ? അവനാണ് നമ്മുടെ അരമനയിലെ അപ്പു. ഈ അപ്പു ഒരു പാവമാണ്. അവൻ എപ്പോഴും വിശപ്പാണ്. ദേ കണ്ടില്ലേ, ഇവനാണ് അപ്പു. വിശന്നാ പിന്നെ അപ്പു അല്ലാതായി മാറും. ഇന്നിപ്പോ ഉള്ളതാവട്ടെ നീലാം സ്ട്രോങ്. അങ്ങനെ ആ അണ്ണനെ വെള്ളം തൊടാതെ ശാപ്പിടുമ്പോ ലോകം വരുന്നു. ശരിക്കും പറഞ്ഞാൽ ലോകം മാത്രമേ പഴയതുള്ളൂ ഗൈസ്. പടമൊക്കെ വെറും വാദമാണ്. ഇനി സീൻ കെട്ടായി നമ്മുടെ നായികയെ കാണിക്കും. സ്കാർലറ്റ് ജോഹാൻസൺ ആണ് നമ്മുടെ നായിക. ഇവൻ ഒരു വലിയ പണക്കാരനാണ്. ഇവന്റെ കമ്പനിക്ക് ഒരു ആവശ്യമുണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നായികയുടെ അടുത്ത് ഇവൻ വരുന്നത്. ഇനി എന്താണ് കാര്യമെന്നല്ലേ, മനുഷ്യന്റെ ഹാർട്ട് ഡിസീസസ് ക്യൂർ ചെയ്യാനുള്ള ഒരു സെറം എന്ന് വെച്ചാൽ ശ്രവം, കഫവും മലവും മൂത്രമൊക്കെ വേണമെന്ന്. അല്ല, ബ്ലഡ് സാമ്പിൾസ്. അതെടുക്കാൻ 3 സ്പെഷ്യൽ ദിനോസറുകളുണ്ട്. അവയെ കണ്ടെത്തണം. എന്നിട്ട് അത് വെച്ച് മരുന്നുണ്ടാക്കി ട്രില്യൺ കണക്കിന് ഡോളറിന് മറിച്ചടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഇദ്ദേഹം ദിനോസറുകളെ പറ്റി പഠിച്ചൊരു എൻസൈക്ലോപീഡിയയാണ്. ദിനോസറുകൾക്ക് പോലും അവരെ പറ്റി അത്രയും അറിഞ്ഞൂടാ. ഒരു പ്രത്യേക സ്ഥലത്ത് ഈ ദിനോസറുകളെല്ലാം ജീവിക്കുന്ന അവർക്ക് വേണ്ട 3 ദിനോസറുകളുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് സാമ്പിളുകൾ ശേഖരിക്കാനാണ് ഇവർ പോകുന്നത്. ഇതാണ് ഈ പടത്തിന്റെ കഥ. അങ്ങനെ ഇവർ 3 പേരും കൂടി ആ ഒരു ദ്വീപിലേക്ക് എത്തുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ബോട്ട് വേണം. കടൽ മാർഗമാണ് പോവാനുള്ളത്. ഇത്രയും ചാളയുടെ അതെന്ത് മീനാണ് അത്? തലയിൽ എന്റെ വാഗണ്ട എന്റെ വല്യമ്പിച്ച് ചിരിച്ചോണക്കിരിക്കുന്നത്. എനിവേ, ഇനി ഈ പടത്തിലെ മിടുക്കനും മെസ്കിലിനായിട്ടുള്ള ഒരു ഹീറോയുമാണ് ദാണ്ട ഈ അണ്ണൻ. ഇങ്ങേരെ ബോട്ടിലാണ് ഇവർ അങ്ങോട്ട് പോകാൻ പോകുന്നത്. അങ്ങേരെ പണം കൊടുത്ത് വശത്താക്കി അങ്ങേർക്കും കാശ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി അങ്ങേരെ ബോട്ട് എടുത്ത് അങ്ങോട്ട് പോകും. ഇവരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞ ഇത് തന്നെയാണ്. ആരെങ്കിലും ഇങ്ങനത്തെ വയ്യാവേലി വിട്ടവരും അതൊക്കെ പിടിച്ചിട്ട് ഇവരൊക്കെ പോയി ചാവും. അതാണ് ഇവരുടെ പരിപാടി. പാവം ഈ എണ്ണ ദിനോസറിന് തിന്നാൻ വേണ്ടി ഇതിനകത്തുണ്ടായ ഒരു ക്യാരക്ടറാണ്. അത്രേ ഉള്ളൂ. ദിനോസറിനെ പിടിക്കാൻ ഇവർക്കൊരു പ്ലാനൊക്കെ ഉണ്ട് ഗൈസ്. മാപ്പൊക്കെ ഉണ്ട് ഒരു കയ്യില്. തൊട്ടപ്പുറത്ത് കുറച്ച് അകലെ മാറി അങ്ങ് തെക്കേ കരയ്ക്ക് അവിടെ ഒരു ഫാമിലി ഒരു ചെറിയ ബോട്ടിൽ സഞ്ചരിക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയും കുറച്ച് വലിയ കുട്ടിയും പിന്നെ അവളുടെ ബോയ് ഫ്രണ്ടും. ഇയാളും അടങ്ങിയതാണ് ആ ഫാമിലി. ഇവരെന്തിനാണ് ഈ സിനിമയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ആവശ്യമില്ല, ചുമ്മാ രസത്തിൽ ഇരിക്കട്ടെ. അതും നടുക്കടലിലെ ദിനോസറുകൾ നീന്തുന്ന ഈ കടലിൽ ഇവർ എന്താണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാണ് സിനിമയിൽ പറഞ്ഞില്ല കേട്ടാ. അവര് ചിലപ്പോ കൊച്ചിന് സ്കൂൾ അടച്ചപ്പോഴത്തേക്കും ടൂർ വന്നതായിരിക്കും കേട്ടോ. പെട്ടെന്നതാ അവരുടെ കപ്പൽ ഒരു തൊലിയും വന്ന് ഇടിച്ച് കമത്തും. അവൻ ആരാണെന്ന് അറിയാമോ? ഇവനാണ് അവൻ. ദാ വരുന്നവൻ. നീന്തി കടാ പെട്ടെന്ന്, ഇല്ലെങ്കിൽ അതിനെ കടിക്കൂടാ. ഒരു വലിയ തണ്ണി മൊത്തം നീന്തി വരണേ. എന്തായാലും അയൽപക്കത്തെ സരളയുടെ ശക്തി കൊണ്ട് അവന്റെ മോളിൽ കയറി രക്ഷപ്പെടും. മറ്റവൻ അടി കൂടെ മൂക്കളേറ്റ് അങ്ങ് പോകും കേട്ടോ. ആരാണ് അവൻ? സ്രാവ, പിരാനെ, തിമിംഗലോ, അതോ അതിഭീകരനായ ഒരു മുതലയോ? അല്ല, അവനൊരു ദിനോസറാണ്. ദിനോസറുകളെ നമുക്ക് 3 തിരിക്കാം: ആർമി, നേവി, എയർഫോഴ്സ്. 3 ലോകത്തും ഇവരുടെ സാന്നിധ്യം ഉണ്ട്. കെട്ടിപ്പിടിച്ചത് മതി, മുതലാക്കണല്ലടാ നീ. അങ്ങനെ ഇരിക്കും ഇവരുടെ ഈ ഷിപ്പിലേക്ക് മേടെ നമ്മൾ മുങ്ങി നമ്മളെ ആരെങ്കിലും രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷൻ പറഞ്ഞൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് കിട്ടിയോടെ ഇവർ അങ്ങോട്ട് പോകും. എന്നിട്ട് ഒരു കാര്യമില്ല, അവരെയും കൂടെ വലിച്ചതിനകത്ത് കയറ്റും. പിന്നെ അവരും കൂടെ ഉണ്ട് ഈ അഡ്വഞ്ചറിനകത്ത്. കുറച്ച് അവരെയും കൂടെ കാണാം നമുക്ക് സിനിമയിൽ. അത് തന്നെ. അപ്പൊ ഉണ്ട് പെട്ടെന്ന് അവർക്ക് നേരെ ഒരു അറ്റാക്ക്. ഒരു മുതുക്ക് സാധനം. ഇതിന്റെ ബ്ലഡ് സാമ്പിൾസ് അവർക്ക് എടുക്കണം. ഇത് മറ്റേ തേടിയ കല്ല് പായസത്തിൽ നിന്ന് കിട്ടിയ പോലെ ഒന്നായി പോയില്ല. അപ്പൊ അവരൊരു സാധനം ഉണ്ട്, അത് വെച്ച് വെടി വെക്കും. പക്ഷെ അത് മിസ്സാവും ഫസ്റ്റ് ടൈം. എന്നിട്ട് സെക്കൻഡ് ടൈം വീണ്ടും ട്രൈ ചെയ്യുമേ. അത് വെച്ച് വീണ്ടും വെടി വെക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ചാടി ഒരു ഈ ഡിവൈസിന്റെ പ്രത്യേകത, ഇത് ശരീരം തറച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് സാമ്പിൾസ് അത് ചൂഴ്ന്നെടുത്തിട്ട് കൊതുകൊക്കെ രക്തം കുടിക്കില്ലേ, അതുപോലെ എന്നിട്ട് പറന്നങ്ങ് തനിയെ പൊങ്ങി വരും. അങ്ങനെ ഫസ്റ്റ് സാമ്പിൾ അവർക്ക് ലഭിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോ അത് പെട്ടെന്ന് നിർത്തും ചാടി വന്ന് നമ്മുടെ അണ്ണ ഇല്ലേ സിനിമയിൽ വെറുതെ ചാവാൻ വേണ്ടി വന്നവൻ, അവനെ കടിച്ചോട്ടങ്ങ് പോകും ഗൈസ്. എന്നാൽ അതുകൊണ്ട് നിർത്തോ, അവന്മാർ കുറെ പേരുണ്ട്. അവിടെ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ഈ കൊച്ചു പോയി വേറെ ആർക്കെങ്കിലും സിഗ്നൽ കൊടുക്കുക രക്ഷിക്കാൻ വേണ്ടി പറയുമേ. പക്ഷെ ഈ വൃത്തികിട്ട് ആ കൊച്ചിനെ തള്ളി അങ്ങ് വെളിയിലിടും. എന്നിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി കേൺ അപേക്ഷിക്കുമ്പോഴേ ഫിലിപ്പിന്റെ ഇത് കണ്ട് അവളെ കാമകൻ ഒരു നിമിഷം പോലും അമ്മാന്തിക്കത് നേരെ എടുത്ത് വെള്ളത്തിൽ ചാടും. അതേസമയം മറ്റൊരുത്തൻ, ഒരു മുതുക്കൻ, അവൻ ബോട്ടിന്റെ കൂടെ നീന്തി വന്ന് ബോട്ടിലിട്ട് ഒരൊറ്റ ഐഡി. ഒടുവിൽ നിയന്ത്രണം വിട്ട ബോട്ട് ഒരു പാറയ്ക്ക് മുകളിലേക്ക് ഇടിച്ചു കയറി നിൽക്കും. ഇവരെല്ലാം കരയിൽ എത്തിപ്പെടുകയും ചെയ്യും. തിരിഞ്ഞോക്കണേ,
തിരിഞ്ഞു നോക്കടി, മുതുകത്ത് കൂനുള്ള ഒരു പല്ലിതോ പോണ്ടിടോ. എവളിപ്പോ ചാവയുള്ള ഓടി പോണ്ട. ഇപ്പൊ അതിനടുത്ത് മലത്തടി കണക്കാണ്. പോടാ അങ്ങോട്ട്. മീൻവെൽ മറ്റേ വെള്ളത്തിൽ ചാടിയ കൊച്ചും ആ ഫാമിലിയും ഇല്ലേ, അവർ അവിടെ നിന്ന് തന്നെ വേറൊരു സ്ഥലത്തോട്ട് കയറിട്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറി കിടന്ന് കറങ്ങും. എന്തായാലും ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയാണ് ഗൈസ്. ഒടുവിൽ അവരെ മല കയറുകയാണ് ബാക്കിയുള്ള സാമ്പിൾസ് കൂടി കളക്ട് ചെയ്യാനായിട്ട്. അതിന്റെ ഇടയിൽ നമ്മൾ അണ്ണൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ട് മുകളിലോട്ട് മല നോക്കുമ്പോഴേ ഒരു ചത്ത ശവം ഡെഡ് ബോഡി ആയിട്ട് ഇവിടെ തൂങ്ങി കിടക്കണം. അവന്റെ കയ്യിലൊരു തോക്കും. അണ്ണ ആ തോക്ക് നൈസായിട്ട് അടിച്ചു മാറ്റി പോക്കറ്റ് വെക്കും. അങ്ങനെ ഇരുന്നിരുന്ന് രാത്രി വീണ് ഗൈസ്. രാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ പയ്യനില്ലേ, അവനൊരു മൂത്രശങ്ക. അവൻ മൂത്രം വയ്ക്കാൻ പോയതും അതിന്റെ പിറകില് WWE നടക്കണം. അതിപ്പോ മൂത്രവും സഞ്ചി എല്ലാം കൂടെ അവര് കടിച്ചെടുത്തോണ്ട് പോയനെ. എന്നാലും ഒരു ധൈര്യം സംഭവിക്കണം. അത് പറന്നു പോയിട്ട് ഇവന് പിന്നെ മൂത്രം വന്നല്ല. നമുക്കൊല്ലാണെങ്കിൽ മൂത്രം പോയിട്ട് പിന്നെ തുപ്പൽ പോലും 3 ദിവസത്തേക്ക് വരില്ല. അതിമനോഹരമായ ഒരു പാടത്തേക്ക് പിന്നീട് അവർ എത്തുകയാണ്. അവിടെ എന്തോ നെൽകൃഷിയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. അതോ ക്രിസ്റ്റഫർ നോളൻ അടുത്ത സിനിമയ്ക്ക് വേണ്ടി വാങ്ങിച്ച സ്ഥലം. ഇവന്റെ മോന്ത കണ്ടാ അറിയാം ആള് പെശ കാണുന്നുണ്ടാ. കഴുത്തോട്ട് മോന്തോരെ ഒരേപോലെ ഇരിക്കുന്നില്ലേ. അവളെ നോക്കിയാണ് എന്തൊരു ജീവി ചെയ്യുന്നത് ഗൈസ്. ഇതാണ് അവിടെ രണ്ടാമത്തെ ജീവി. ഇതിൽ നിന്നാണ് അവർക്ക് സാമ്പിൾ അടുത്ത് കളക്ട് ചെയ്യാനുള്ളത്. അത് ശരി. ഈയിടെ നിനക്ക് നാണം ഉണ്ടടാ. 2 ജീവികൾ തമ്മിൽ രമിക്കുമ്പോൾ അവരൊന്ന് ഫ്രഞ്ചീസ് അടിക്കാൻ നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഈ കോടാലിയായിട്ട് പോകാനായിട്ട് പ്രണയ നിർമ്മാജരായ 2 കമിതാക്കളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ ഇവർക്ക് നാണമില്ലേ? മൊണ്ണെ മാറുന്നില്ല. അതിന്റെ 5-ാം കാലം ഒന്ന് അടിക്കും തലയിൽ. അതിന്റെ കാലിന്റെ അടിയിൽ പോയി സീൻ പിടിക്കണടാ. നിനക്ക് നാണമില്ലടാ. അവിടെ സംഗമിച്ചുകൊണ്ടിരുന്ന ഒരുത്തന്റെ പെടൽ നോക്കി ഇവള് വെടിവെക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അവരുടെ സ്വസ്ഥത നശിപ്പിച്ച ഇവളെ എന്ത് ചെയ്യണം? ദൈവമേ, അടുത്തിൽ ഇവളെ തന്നെ ദിനോസർ തിന്നണേ. എന്തായാലും അവിടെ നിന്ന് അവർ ആ സാമ്പിളും കളക്ട് ചെയ്യുന്നുണ്ട്. ഓ, ഇത് ഇവരെ പഞ്ചായത്ത് സഭയായിരുന്നു. മീൻവേൽ നമ്മുടെ മറ്റേ ഫാമിലിയും കുട്ടിയില്ലേ, അവർ മറ്റൊരു സ്ഥലത്ത് പോയി ഒരു ബോട്ട് എടുക്കാനുള്ള പരിപാടിയിലാണ്. അവിടെ അതാ ഒരു വാബളന്ന പൂച്ചയെ പോലെ കിടക്കുകയാണ്. അവൻ കാണാതെ അനങ്ങാതെ അതിനകത്ത് പോയി ബോട്ട് എടുക്കണം. അതാണ് ഇപ്പൊ ഇവിടുത്തെ ടാസ്ക്. അങ്ങനെ ബോട്ടും വലിച്ചഴിച്ച് ഇങ്ങനെ വരികയാണ്. സൈഡിൽ അതാ കിടക്കുന്നു നെടുനീളം കാട്ടിലെ മോനു. ഈടാ, അതൊരു ടീറക്സ് അല്ലേ? നിങ്ങൾ ആരെ ഈ പറ്റിക്കാൻ നോക്കുന്നത്? ടീറക്സിനെയോ? പണ്ട് ജുറാസി പാർക്ക് കണ്ട് കാട്ടിലിനടിയിലേക്ക് ഞാൻ നോക്കുമായിരുന്നു ഉറങ്ങുമ്പോ. വല്ല ടീറക്സും കയറി ഇരുന്നാലോ? അതൊക്കെ ഒരു കാലം. ഇവൻ ആളൊരു മൊണ്ണനാണ് ഗൈസ്. ഇവര് വലിയ ശരീരം മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. അല്ലേലേ അവനൊരു വികലാംഗനാണ്. വളർച്ചയില്ലാത്ത 2 കൈയാണ് ദൈവം ഫ്രണ്ടിൽ കൊടുത്തേക്കണം. കാട്ടിലെ മോന് വെള്ളം കുടിക്കുന്ന സമയം കൊണ്ട് അവളെ നീന്തി നീന്തി അങ്ങോട്ട് പോവുകയാണ്. കണ്ടടേ കണ്ട്. മോൻ ഇപ്പോഴെങ്കിലും അവളെ കണ്ടല്ലോ. പിന്നെ ഒരു സ്വഭാവം ഉണ്ട്. ഇവൻ കണ്ട മാത്രം ഓടി വന്ന് കൊല്ലിയൊന്നുമില്ല. അവൻ ഇങ്ങനെ പതുക്കെ പതുക്കെ കുറച്ചേരം നോക്കൊണ്ടൊക്കെ നിന്ന് കൊള്ളാലോ, അനലൈസ് ഒക്കെ ചെയ്ത് ആദ്യം ഒരു കാലെടുത്ത് വെച്ച് പിന്നെ അടുത്ത കാലെടുത്ത് വീണ്ടും വെച്ച് മെല്ലെ വരൂ, നിങ്ങൾ പൊക്കോ, ഞാൻ പിറകെ വരുന്നുണ്ടല്ലോ. ടീറക്സ് എന്ന് വെച്ചാൽ ട്യൂബ്ലൈറ്റ് റെക്സ് എന്നാണ്. അതായത് പെട്ടെന്ന് കത്തൂല, പതുക്കെ കത്തുമല്ല. ഒറ്റ ചാട്ടത്തിന് അവൻ ഇവര് പിടിക്കാന്നുള്ളതേ ഉള്ളായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ ചെയ്യില്ല. അവൻ വെള്ളത്തിനിടയിൽ കൂടെ മുക്കളായിട്ട് ഇങ്ങനെ വന്ന് പൊങ്ങി വന്ന് അതെല്ലാം പൊക്കി മറിക്കും. എന്നിട്ട് അവൻ സൈഡിലൂടെ ഓടി വന്ന് ഈ നീന്തിയൊക്കെ പോണവരെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അവരാരെയും അവൻ കടിക്കണ്ട. എന്നിട്ട് അവര് വെള്ളത്തിൽ മുങ്ങുമ്പോ അപ്പ അവൻ കടിക്കും. അല്ല, വെള്ളത്തിനകത്ത് വാതോർന്ന് കടിച്ച ഇവന്റെ വായിക്കകത്ത് വെള്ളം കയറൂലേ. ഗസ്, ആ കൊച്ചു ബോട്ടിനടിയിലായി പോകുമേ. അപ്പൊ നമ്മുടെ കാട്ടിലെ കുട്ടൻ വന്ന് ആ ബോട്ടൊക്കെ കടിച്ച് പൊട്ടിക്കാൻ നോക്കുമേ. കേട്ടോ, അവന്റെ പല്ലൊക്കെ താഴ്മിച്ചു ആ ബോട്ട് പൊട്ടൂല. ദിനോസറിന്റെ പല്ലുകൊണ്ട് കടിച്ചിട്ട് പോലും ബോട്ടിൽ ഒരു കണ്ണുകൊള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നില്ല ഈ ബോട്ടൊക്കെ. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. എന്നിട്ട് ആ കൊച്ചിനെ ഇവൻ ചേസ് ചെയ്ത് വന്ന് ഇവര് 2 പാറയുടെ ഇടയിൽ ഇപ്പൊ ഒളിച്ചിരിക്കുക. ഇത്ര നേരം കടിക്കാത്തവൻ കൃത്യമായിട്ട് അവിടം വരെ നടന്നു വന്നിട്ട് അതിന്റെ ഇടയിൽ തലയിട്ട് കിടന്ന് ബഹളം വെക്കും. ഇവിടെ നീ ഒരു അപ്പെക്സ് പ്രെഡിക്ടർ ആണ് അടാ മണ്ട. ഇത്രയും നല്ല അവസരം എല്ലാം കളഞ്ഞു പൊളിച്ചിട്ട് വലിയ പല്ല് നാക്കും വായുവേറ്റവും വന്നേക്കാണ്. ഇതുപോലൊരു മണ്ടൻ ദിനോസർ. നമ്മുടെ മറ്റേ ടീമില്ലേ, അവരൊരു മലയുടെ മുകളിൽ കയറിയിട്ട് ഒരു പക്ഷിയുടെ നിന്നാണ് ഇനി എടുക്കാനുള്ള സാമ്പിള്. ആ പക്ഷി ദിനോസറിന്റെ മുട്ടയിൽ നമ്മങ്ങനെ സാമ്പിള് വലിച്ചെടുത്തോണ്ടിരിക്കുമ്പോ ഒരു വിധം എന്തായാലും ഇവന്റെ പിടിയിൽ നിന്ന് ഇവരെല്ലാരും രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ഓടും. എന്തായാലും 3ാമത്തെ സെറം അവർക്ക് കിട്ടും ഓടുവില്ല.
സീനിൽ രക്ഷപ്പെടണമല്ലോ. ഇവരെല്ലാരും കൂടി ഒരു പ്രത്യേക സ്ഥലത്തെത്തും. അതായത് സിനിമയുടെ ആദ്യം കാണിച്ചില്ലേ, ഒരു ലബോറട്ടറിയിൽ കുറച്ച് പരീക്ഷണങ്ങൾ നടക്കുന്നതും അതിനകത്ത് അരമനയിലെ അപ്പു അതേ സ്ഥലമാണിത്. ഇവിടെ വെച്ച് അവർ മറ്റേ ഫാമിലിനെയും കാണുന്നുണ്ട് കേട്ടോ. അവരെല്ലാരും ഇവിടെ വെച്ച് റീജോയിൻ ആവും. അപ്പൊ ആ കൊച്ചു പറയും കൊച്ചിനെ മറ്റവൻ രക്ഷിച്ചില്ല, അവൻ കൊല്ലാനൊക്കെ നോക്കിന്ന് പറയും. അവർക്ക് കട്ട കലിപ്പാണ് ഇവന്റെ അടുത്ത്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല ഗൈസ്, അതങ്ങ് സോൾവ് ആയി പോകും. അപ്പൊ പെട്ടെന്നാണ് അവിടെ വികൃത ജീവിയായ ഒരു ദിനോസറം കടന്നു വരുന്നത്. പല്ലി വവ്വാലിയുടെ മിക്സ് ആണെന്ന് തോന്നുന്നു. അതായത് ഇതിനകത്തുള്ളതെല്ലാം മ്യൂട്ടൻസ് ആണ് ഗൈസ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ദിനോസറുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പോകാന്ന് കരുതി ഇവരൊരു ഹെലികോപ്റ്റർ വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത്, ഒരു വമ്പൻ ട്വിസ്റ്റ്. അവരെ രക്ഷിക്കാൻ വന്ന ഹെലികോപ്റ്റർ പെട്ടെന്ന് താഴെ വീണ് പൊട്ടിത്തെറിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുമ്പോ ആതാ വരുന്നു. പുറകോട്ട് നോക്ക്, നമ്മുടെ അരമനയിലെ അപ്പു. യവനെ നെറ്റി എന്തെങ്കിലും മുഴച്ചിരിക്കണ കഷണ്ടി ഏറിയ ഇതൊരുമാതിരി ബ്രെയിൻ ട്യൂമറിന് ജീവൻ വെച്ച പോലെ ഉണ്ടല്ലോ. അവനാണ് നമ്മുടെ സിനിമയിലെ നായകൻ, അരമനയിലെ അപ്പു. അപ്പൂരൊരു കുഴപ്പമുണ്ട്, അവൻ അത്ര കാഴ്ചയില്ല. അവൻ ഈ പ്രകാശമുള്ള സ്ഥലത്തോട്ടൊക്കെ യാത്ര ചെയ്യും. അങ്ങനത്തെ ഒരുത്തനാണ് അവൻ. ഓ, കഷണ്ടിക്ക് മരുന്നില്ലടാ. ഇവ എന്താണ് ഇവൻ? ഡോൾഫിനാണ് ഇവൻ. അതാ പ്രൊഡക്ടർ ഏലിയൻ മിക്സാ. ഇവന് 3-4 വികലാംഗ കൈയുണ്ട് കേട്ടാ, നമ്മുടെ ബാഹുബലിയുടെ ബിജ്ജാള ദേവനെ പോലെ. പാവപ്പു, അവന്റെ വിഷമം അവനല്ലേ അറിയാവൂ. ആരോരും ഇല്ലാതെ വളർന്ന കുട്ടിയാണ് അവൻ. വയസ്സായോണ്ടാണെന്ന് അറിഞ്ഞൂടാ. പാപ്പടന് കണ്ണും കണ്ടുകൂടാ, മണത്ത് കണ്ടുപിടിക്കണമെങ്കിൽ മൂക്കില്ല, പോരാത്തിന് വാ നിറച്ച് പല്ല്. ഒരു ദുരന്ത ജീവിതം തന്നെ അവന്റെ. നമ്മൾ അപ്പു കൊച്ചിന്റെ അടുത്തോട്ട് വരുമ്പോ അണ്ണൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു റെഡ് ലൈറ്റ് കത്തിച്ച് അവനെ അങ്ങോട്ട് ആകർഷിച്ചിട്ട് കൊച്ചിന്റെ അടുത്ത് ഡീവേറ്റ് ചെയ്ത് മാറ്റുവനാ. അങ്ങനെ അണ്ണൻ സ്വയം സാക്രിഫൈസ് ചെയ്ത് അവരെല്ലാരും രക്ഷിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മൾ വിചാരിക്കും അണ്ണൻ ചത്തോടുകൂടി ഇവ അങ്ങ് പോയെന്ന്. പക്ഷെ അവൻ പിന്നെ തിരിച്ചു വരും. അരമനയിൽ അപ്പൊ ഒരു ഭീകരൻ തന്നെ. അങ്ങനെ അവർ അരമനയിലെ അപ്പുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഗൈസ്. അപ്പോൾ ട്വിസ്റ്റ്, വെട്ട് നോക്കുമ്പോ അവിടെ ഒരു ചുമന്ന പ്രകാശം. നമ്മുടെ അണ്ണൻ ചത്തില്ല ഗൈസ്, അവർ രക്ഷപ്പെട്ട്. അതെങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു സിനിമയിൽ സ്വന്തമായിട്ട് എടുത്ത് സാക്രിഫൈസ് ചെയ്തിട്ട് തിരിച്ചു വരണ. പിന്നെ നമ്മളെ മറ്റേ അണ്ണയില്ലേ, മറ്റേ മില്യണയർ പൈസ ഉള്ളവൻ, അവനെ നമ്മൾ അരമനയിലെ അപ്പു അരമനയിൽ മുക്കി തിന്ന്. അപ്പൊ എന്തായാലും ശരി ഗൈസ്, പടം ഇത്രേ ഉള്ളൂ. പണ്ടൊക്കെ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞാൽ കീടിലം കൊള്ളിച്ച അന്നത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് പോലും കീടിലം പടമായിരുന്നു. ഇപ്പൊ ഇത്രയും CG വെച്ചിട്ട് പോലും സ്റ്റോറി ഇല്ല ഗൈസ്. ഇതൊരു വെറും പഴം സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഇമോഷണൽ കണക്ഷൻ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായില്ല. ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു ദിനോസർ. അപ്പൊ ശരി ഗൈസ്, ഇന്നത്തേക്ക് ഇത് മതി. നമ്മൾ ഇനിയും കാണും. Thanks. Love you.